നമ്മളിന്ന് നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ് വന്നുള്ളത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 2020 പഞ്ചായത്താണ്, അതായത് കിഴക്കമ്പലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തൊട്ടടുത്തായിട്ട് ചാറ്റർ ഇൻ്റർനാഷണൽ സ്കൂള്, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളും വളരെ അടുത്ത് തന്നെയാണ്. 1/2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷൻ വളരെ അടുത്താണ്, കിഴക്കമ്പലം ജംഗ്ഷനും വളരെ അടുത്ത് തന്നെയാണ്. എടുത്തു പറയേണ്ടത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്ത് 3 സെൻറ്റും 150 ലിങ്സും വരുന്ന ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂണിറ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. മനോഹരമായിട്ട് ഇതിൻ്റെ എലിവേഷൻ ഒരുക്കിയിട്ടുണ്ട്, ഭംഗിയായിട്ട് ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നല്ല വീതിയുള്ള റോഡാണ് നമ്മുടെ വില്ലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഫാമിലീസ് താമസിക്കുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇനി വീടിനകത്തേക്ക് വരാം. അതായത് ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഹൈറ്റുള്ള ഗേറ്റാണ് വന്നിട്ടുള്ളത്. ഒരു സൈഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നല്ലൊരു പാർക്കിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു വണ്ടി ഇടാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിൽ തന്നെയുണ്ട്. പവർ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്തും ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നടക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. ഇപ്പോൾ ഞാൻ പോകുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തും 2 വീലറൊക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്തും ചുറ്റി നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. നേരെ അകത്തേക്ക് കയറാം. കിഴക്കോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. അതായത് ഈസ്റ്റ് ഫേസ് ആണ് വീട് വരുന്നത്. 2 പീസ് ഡോറ് കൊടുത്തിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് വന്നിട്ടുണ്ട്. അതായത് 12 അടിയോളം നീളം വരുന്ന ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഫ്രഞ്ച് വിൻഡോസ് വന്നിട്ടുണ്ട്. തെക്ക് വശത്ത് 3 പാളി ജനൽ. ഇത് പടിഞ്ഞാറ് വശമാണ്. പടിഞ്ഞാറ് വശത്ത് സിംഗിൾ പാളി ജനലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റുകളാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വാം ലൈറ്റും വരുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ട് TV യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഭംഗിയായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എത്ര വലിപ്പമുള്ള TV ആണെങ്കിലും നമുക്കിതിൽ ഹാങ് ചെയ്യാൻ പറ്റും. താഴെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് കൗണ്ടറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. മിറർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. പിന്നെ സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ പാർട്ടിൽ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും ഇവിടെ നമുക്ക് ക്ലീനിങ് ലോഷനോ മറ്റുമൊക്കെ വെക്കാനുള്ള സ്പേസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അത് കവർ ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റിൻ്റെ സ്ട്രിപ്പൊക്കെ ഓടിച്ച് ഭംഗിയായിട്ടാണ് ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. അതിൽ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെ കോക്കറി ഷെൽഫായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് 3 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. ഭംഗിയുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഹുഡ് ഹോബ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ല കളർ പാറ്റേണിലാണ് ഇതിൻ്റെ കബോർഡ് കൊടുത്തിട്ടുള്ളത്. ടാൻഡം ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു ടാൻഡം ബോക്സ് അടിച്ച് ഭംഗിയായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. താഴെയും അങ്ങനെ തന്നെയാണ്. ഓട്ടോ ക്ലോസ് ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല PVC ലാമിനേഷനാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല സിങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫൈബർ ലാമിനേഷൻ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. അതും സിറ തന്നെയാണ്. അപ്പോൾ യഥേഷ്ടം കബോർഡ് എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഒരു വലിയൊരു ഫ്രിഡ്ജ് വെക്കാനാണെങ്കിലും ഇവിടെ തന്നെ ആയിട്ട് വയ്ക്കുകയും ചെയ്യാം. ഇവിടെ ആയിട്ട് പവർ പോയിട്ട് വരുന്നുണ്ട്. നടന്നു പോകാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ കാണാനുണ്ട്. വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസാണ് എനിക്ക് കണ്ടത്. ഏകദേശം 2 മീറ്ററോളം സ്പേസ് ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിണർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ എടുക്കുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഭാഗം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇങ്ങനെ ഈ ഭാഗത്ത്
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അലക്കല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ വെള്ളം പോകാനായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് വടക്ക് വശം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് വടക്ക് വശവും ഇത് പടിഞ്ഞാറ് വശമാണ്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും. അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടിയോളം നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അതെല്ലാം വാം ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡിസൈനിൻ്റെ ഒരു വുഡിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഡിസൈനിൽ വുഡിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് നമുക്ക് കബോർഡ് കൊടുത്തിട്ടുള്ളത്. 3 പാളി ജനലും ഡ്രസ്സിംഗ് ടേബിളൊക്കെ ആയിട്ട് ഭംഗിയായിട്ടാണ് കബോർഡ് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഫുൾ ഫിറ്റിങ്സും കൊടുത്തിരിക്കുന്നത് സെറയുടെ തന്നെയാണ്. സെറയുടെ ഒരു വാഷ് ബേസും വന്നിട്ടുണ്ട്, ഡൈവേറ്റർ, റെയിൻ ഷവർ. പിന്നെ എടുത്ത് പറയേണ്ടത് സിംഗിൾ PC ക്ലോസറ്റ്, പിന്നെ എക്സോസ്റ്റിനുള്ള പോയിന്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ടൈലിൽ തന്നെയാണ്. ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിലിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് കയറാം. ഈ വശം വരുന്നത് തെക്ക് വശമാണ്. തെക്ക് വശത്ത് പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഹൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലാണ്. നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് കിഴക്ക് ഭാഗമാണ്. 3 പാളി ജനലാണ് വന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ടി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് തെക്ക് പടിഞ്ഞാറും പിന്നെ ഒന്ന് വടക്ക് പടിഞ്ഞാറും. നേരെ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം. താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. 12 അടി നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. 4 വശങ്ങളിലായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് വന്നിരിക്കുന്നതൊക്കെ വാം ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഭംഗിയായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും. പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു കബോർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. താഴത്തെ അതേ ഫിറ്റിങ്സ് തന്നെയാണ് വന്നുള്ളത്. ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. 3-way മിക്സഡ് ടാപ്പ് വന്നിരിക്കുന്നത് സെറയുടെ തന്നെയാണ്. അപ്പം ഇവിടെ ഡൈവേറ്ററിന് പകരം സെറയുടെ ഒരു മിക്സഡ് ടാപ്പ് അതിന് മാത്രമേ ഉള്ളൂ. മേലെ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ PC ക്ലോസറ്റും മറ്റും കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടൈൽ പാറ്റേൺ ഒക്കെ ഒരേ പാറ്റേൺ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളം വരുന്നുണ്ട്, 10 അടി വീതി വരുന്നുണ്ട്. ഇത് തെക്ക് വശവും ഇത് പടിഞ്ഞാറ് വശമാണ്. അപ്പം തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേണിലെ കബോർഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സെറയുടെ സിംഗിൾ PC ക്ലോസറ്റ്, 3-way മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരേ ടൈപ്പ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാത്റൂം 3ഉം ഒരേ ടൈപ്പിലുള്ള ടൈൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നേരെ ബാൽക്കണിയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. മാത്രമല്ല സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫിൻ്റെ ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് വന്നുള്ളത്. ഈ ബാൽക്കണിയിൽ ഇരുന്നാൽ തന്നെയാണെങ്കിലും ഈ വില്ലയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാവുന്നതാണ്. നല്ല റോഡും ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി കിട്ടി. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയയാണ്. ഫുൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, കൂളിംഗ് ഷീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം, പവർ പോയിൻറ്റ്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. അലക്ക് വിരിച്ച് നമുക്ക് മേലെ വിരിക്കാവുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോവാം. ഇങ്ങനെ സ്ക്വയർ ട്യൂബിലാണ് ലാഡർ കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. മേലെ വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയയാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസ് കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റും 150 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ട് വീട് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കിഴക്കമ്പലം
2020 പഞ്ചായത്തിനും കൂടിയാണ്. ഈ വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടി കൂടിയാണ്. കാരണം പുക്കാട്ടുപടി ജംഗ്ഷനും കിഴക്കമ്പലം ജംഗ്ഷനും മധ്യത്തിൽ നിൽക്കുന്ന നല്ലൊരു വില്ലയുടെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എടുത്തു പറയുകയാണ്, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.